പക്ഷെ തിയേറ്റർ റിലീസിന് കൃത്യം 8 മണിക്കൂർ മുൻപ് ഈ സിനിമ DTHൽ കാണിക്കാനുള്ള കമലിന്റെ നീക്കത്തോടുള്ള കടുത്ത എതിർപ്പിനെ തുടർന്ന് വിശ്വരൂപം തമിഴ്നാട്ടിലെ തിയേറ്ററുകളിൽ പ്രദർശിപ്പിക്കേണ്ട എന്ന നിലപാടാണ് തമിഴ്നാട്ടിലെ തിയേറ്റർ ഉടമകൾക്ക്. വിശ്വരൂപം തിയേറ്ററിൽ പ്രദർശിപ്പിക്കുന്നതിന് മുൻപ് DTHലൂടെ സംപ്രേഷണം ചെയ്യാനുള്ള അനുമതി സാറ്റലൈറ്റ് ഉടമകൾക്ക് നൽകി കോടികൾ മുൻകൂറായി കൈപ്പറ്റിയ കമലഹാസൻ തന്റെ തീരുമാനവുമായി മുന്നോട്ടു പോകാനാണ് നീക്കമെങ്കിൽ വിശ്വരൂപം മാത്രമല്ല ഇനി ഒരൊറ്റ കമൽ ചിത്രവും തിയേറ്ററിൽ പ്രദർശിപ്പിക്കില്ലെന്ന് തമിഴ്നാട്ടിലെ തിയേറ്റർ ഉടമകളുടെ അസോസിയേഷൻ വ്യക്തമാക്കി. ജനുവരി 11-നാണ് ചിത്രം ലോകവ്യാപകമായി തിയേറ്ററുകളിൽ റിലീസ് ചെയ്യാൻ കമൽ തീരുമാനിച്ചിരിക്കുന്നത്. ജനുവരി 10-ാം തീയതി രാത്രിയാണ് DTHലൂടെ വിശ്വരൂപം സാറ്റലൈറ്റ് പ്രേക്ഷകർക്ക് മുന്നിലെത്തുക. ഒറ്റത്തവണ മാത്രമേ DTHലൂടെ വിശ്വരൂപം പ്രദർശിപ്പിക്കൂ. ഒരു തവണ ഒരു കുടുംബത്തിന് DTHലൂടെ വിശ്വരൂപം കാണാൻ 1000 രൂപയാണ് ചാർജ്. തിരക്കഥ, സംവിധാനം, നായകവേഷം എല്ലാം കമൽ തന്നെ കൈകാര്യം ചെയ്യുന്ന ഈ ചിത്രത്തിലെ നായികമാർ പൂജ കുമാറും ആൻഡ്രിയയുമാണ്.